മിസ്റ്റർ ശിവൻ, മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതിയാണ് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ, എന്താ? ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവനുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ. ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ, നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത്. അങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അതില്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ.
രമയുടെ ചേട്ടനല്ലേ? ഉം. ബാങ്കിൽ വെച്ചൊരിക്കാൻ കണ്ടിട്ടുണ്ട്. ഉഹും. വരൂ, അകത്തിരിക്കാം. അമ്മേ, എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഭൂമി, ഉഗ്രം വീട്. അധികം ആലോചിക്കാനൊന്നുമില്ല അച്ഛാ, നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും. ചുമ്മാരടാ. അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും ആ, എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ അച്ഛാ. ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അലവലാദികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലേലും അവൾ എന്റെ പെങ്ങളല്ലേ. എന്നാലും നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ട്. അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോൾ പ്രായക്കുറവിന്റെ അടുത്തിയാട്ടത്തിൽ പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് ശരിയാ. ആ, ചുവരെടുത്ത്, ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട അച്ഛാ. നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതാ. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം. ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. ഹേ, അതല്ല. സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഡേ, ഇവൻ വിഡ്ഢിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഡേ, ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. ആ, എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി കൊല്ലണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും. ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? ആ, എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്. മണ്ണാൻ കട്ടി ഒന്ന് പോടാടും. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ? പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം എന്ന് അച്ഛൻ. ആ വേലാതി കിടയില അവൻ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ ഒക്കൂ. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് തന്നെ.